ധർമ്മേ നഷ്ടേ, ഈ ധർമ്മം കുലധർമ്മം നശിച്ചാൽ, കുലം കൃഷ്ണം, ഈ കുലം പൂർണ്ണമായി, അധർമ്മ അഭിഭവതി ഉദ, ഇത് പിന്നെന്താവും? അധർമ്മികളെ കൊണ്ട് ഇത് നിറയും. ധർമ്മം നശിക്കും, എന്തുണ്ടാവും? അധർമ്മികൾ ഉണ്ടാവും. ഉണ്ടായിക്കോട്ടെ എന്നാണെങ്കിൽ ഭഗവാനെ മൂപ്പരിങ്ങനെ തുടരുകയാണ്. അങ്ങനെ വിട്ടാ പറ്റുമോ? എന്താ? അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. ഇവിടെ മൂപ്പരി കൃഷ്ണൻ ഒരു കുത്തും കൂടെ കൊടുത്തു. എന്താ കുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണനെ ഒരു സംബോധന ചെയ്തു. എന്താ സംബോധന? ഹേ വാർഷ്ണേയ, അല്ലയോ വൃഷ്ണികുലത്തിൽ ജനിച്ചവനെ എന്ന് പറഞ്ഞാൽ അങ്ങേക്കൊരു കുലമുണ്ട്, ആ കുലം വൃഷ്ണികുലമാണ്. അധർമാഭിഭവാത് കൃഷ്ണ, അധർമ്മം ഹേതുവായി അധർമ്മം ബാധിച്ചാൽ എന്തുണ്ടാവും? കുലസ്ത്രീയഃ പ്രദുഷ്യന്തി, കുലത്തിലെ സ്ത്രീകൾ ദുഷിക്കും. കാരണം എന്താണ്? അവരെ ബലാത്കാരമായി പലരും ശാരീരികമായി അവരെ ഉപദ്രവിക്കും. ബലാത്സംഗം ഇത്യാദികളൊക്കെ നടക്കും. യുദ്ധത്തിൻ്റെ ചരിത്രം എടുത്താൽ നമുക്കറിയാലോ. നടന്ന യുദ്ധങ്ങളുടെ ചരിത്രം നോക്കുമ്പോൾ അത്തരം വലിയ തീക്ഷ്ണമായ അനുഭവങ്ങളൊക്കെ നമുക്ക് കുറവാണ്. പക്ഷെ യൂറോപ്പിലൊക്കെ ചരിത്രം അങ്ങനെയല്ലല്ലോ. പട്ടാളക്കാർ ഓരോയിടത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്താണ്? സ്ത്രീകളെ, കുട്ടികളോട് യാതൊരു ദയാവായ്പുമില്ലാതെ സ്വാഭാവികമായിട്ടും അവർ ദുഷിക്കുന്നു, അവരെ ദുഷിപ്പിക്കുന്നു. അങ്ങനെ അധർമ്മം ഹേതുവായി കുലത്തിലെ സ്ത്രീകൾ, കുലസ്ത്രീയഃ പ്രദുഷ്യന്തി, അവർ ദുഷിച്ചു പോകുന്നു. ഹേ വാർഷ്ണേയ സ്ത്രീഷു ദുഷ്ടാസു, അങ്ങനെ സ്ത്രീകൾ ദുഷിച്ചാൽ വർണ്ണസങ്കരഃ ജായതേ, വർണ്ണസങ്കരം ഉണ്ടാവും. എന്താണ് വർണ്ണസങ്കരം? മറ്റു വർണ്ണത്തിൽപ്പെട്ടവർ ആ സ്ത്രീകളിൽ സ്വാഭാവികമായിട്ടും അതിൽ സന്തതികൾക്ക് കാരണമായി തീരും.